നമസ്കാരം. കൊല്ലം കൊട്ടിയത്ത് ഫ്ലോട്ടിന് മുന്നിൽ നൃത്തം കളിച്ചുകൊണ്ടിരിക്കെ കാലിൽ ചവിട്ടിയെന്നാരോപിച്ച് 19-കാരനെ നടുറോഡിൽ കുത്തിക്കൊലപ്പെടുത്തി. പ്രതികളുടെ വീടിന് സമീപത്തുകൂടി കടന്നു പോവുകയായിരുന്ന ഫ്ലോട്ടിന് മുന്നിൽ ആവേശത്തോടെ നൃത്തം ചെയ്യുകയായിരുന്നു തേജസ്. ഇതിനിടെ അക്രമി സംഘത്തിൽ ഒരാളുടെ കാലിൽ തേജസ് അറിയാതെ ചവിട്ടി. ഇതിൽ പ്രകോപിതരായ ആദിത്യനും സുഹൃത്തുക്കളും തേജസിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും കൈവശം കരുതിയിരുന്ന കത്തിയെടുത്ത് പ്രതിയായ ആദിത്യൻ തേജസിനെ കുത്തിവീഴ്ത്തുകയുമായിരുന്നു. കാതടിപ്പിക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന ബോക്സുകളും മിന്നിമറയുന്ന LED ലൈറ്റുകളും ഘടിപ്പിച്ച ഫ്ലോട്ട് കടന്നു പോകുമ്പോൾ നടന്ന ആക്രമണവും തേജസിന്റെ നിലവിളിയും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. കൊല്ലത്ത് നടന്ന അലുവ അതുൽ കൊലപാതകത്തിന് പിന്നാലെ കൊല്ലം ജില്ലയെ നടുക്കിക്കൊണ്ട് വീണ്ടും ഗുണ്ടകൾ ഒരു ജീവൻ കൂടി അപഹരിച്ചിരിക്കുകയാണ്. മുഖത്തല കിഴവൂർ സജീവ് മന്ദിരത്തിൽ പരേതനായ സജീവിന്റെ മകൻ അമ്പാടി എന്ന തേജസാണ് 5-അംഗ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച രാത്രി 8:30 മുഖത്തല കിഴവൂരിലെ ചെമ്പകശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവ കെട്ടുകാഴ്ചക്കിടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. കാലിൽ ചവിട്ടിയെന്ന നിസ്സാര ആരോപണം ഉന്നയിച്ച് നടുറോഡിലിട്ടാണ് 19-കാരനെ അക്രമി സംഘം കൊലപ്പെടുത്തിയത്. കുത്തേറ്റ തേജസ് റോഡിൽ വീണെങ്കിലും നൃത്തത്തിനിടെ തളർന്നു വീണതാകാമെന്ന ധാരണയിൽ ആളുകൾ തേജസിനെ റോഡരികിലേക്ക് മാറ്റിക്കിടത്തുകയായിരുന്നു. ഫ്ലോട്ട് കടന്നുപോയ ശേഷമാണ് തേജസിന് കുത്തേറ്റിട്ടുണ്ടെന്ന വിവരം പുറം ലോകം അറിയുന്നത്. ഉടൻ തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 11:30 മരണം സംഭവിച്ചു. സംഭവം നടന്ന 8 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ കൊട്ടിയം പോലീസ് പിടികൂടി. കിഴവൂർ സ്വദേശികളായി ടുട്ടു എന്ന ആദിത്യൻ, വിനു, പ്രിജിത്ത്, അഖിൽ രാജ് എന്നിവരും പ്രായപൂർത്തിയാകാത്ത 2 പേരുമാണ് പോലീസിന്റെ വലയിലായത്. വെളിച്ചിക്കാലയിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇവരെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത്. പ്രതികളെ ഒളിവിൽ പാർപ്പിച്ച യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൗമ്യയാണ് കൊല്ലപ്പെട്ട തേജസിന്റെ അമ്മ. സഹോദരി ലച്ചു. ആഡംബര വെളിച്ചത്തിനും ഉച്ചത്തിലുള്ള സംഗീതത്തിനും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനൽ സംഘങ്ങളുടെ സാന്നിധ്യം ഉത്സവ നഗരികളെ എങ്ങനെ ചോരക്കളമാക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ കൊലപാതകം മാറിയിട്ടുണ്ട്. അതിൽ ആക്രമണത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ശനിയാഴ്ച രാത്രി 8:30 മുഖത്തല കിഴവൂരുള്ള ചെമ്പകശ്ശേരി ക്ഷേത്രത്തിൽ ഉത്സവ കെട്ടുകാഴ്ചയ്ക്കിടെയാണ് ആക്രമണമുണ്ടായത്. പ്രതികളുടെ വീടിന് സമീപത്തുകൂടി കടന്നു പോവുകയായിരുന്ന ഫ്ലോട്ടിന് മുന്നിൽ കളിക്കുകയായിരുന്ന തേജസ് അക്രമികളുടെ കാലിൽ അറിയാതെ ചവിട്ടി. ഇതിൽ പ്രകോപിതരായ ആദിത്യനും സുഹൃത്തുക്കളും തേജസിനെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. കൈവശം കരുതിയിരുന്ന കത്തി കൊണ്ട് ആദിത്യൻ തേജസിന്റെ വയറ്റിലും ഇടുപ്പിലും 3 തവണ കുത്തുകയായിരുന്നു. കുത്തുമ്പോൾ പ്രായപൂർത്തിയാത്ത പ്രതികൾ ഒരാൾ തേജസിനെ പിടിച്ചു വെച്ച് കൊടുക്കുകയും ചെയ്തു. കാതടിപ്പിക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന ബോക്സുകൾ ഘടിപ്പിച്ച ഫ്ലോട്ടിൽ LED കളർ ലൈറ്റുകളും ഉണ്ടായിരുന്നതിനാൽ തേജസിനെ കുത്തുന്നതും അവന്റെ നിലവിളിയും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. കുത്തിയ പ്രതികൾ നിമിഷനേരം കൊണ്ട് സ്ഥലത്തു നിന്നും മാറി. നൃത്തം ചെയ്യുന്നതിനിടെ റോഡിൽ വീണതാകാമെന്ന ധാരണയിൽ ഫ്ലോട്ട് കടന്നുപോയ ശേഷം ചിലർ തേജസിനെ റോഡരികിലേക്ക് മാറ്റിക്കിടത്തി. ഇത് കണ്ടുവന്ന തേജസിന്റെ സുഹൃത്തുക്കൾ എന്ത് പറ്റിയെന്ന് അവനോട് ചോദിച്ചു. തന്നെ ആരോ പിന്നിൽ നിന്നും കുത്തിപ്പരിക്കേൽപ്പിച്ചെന്നും ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും തേജസ് ആവശ്യപ്പെട്ടു. തുടർന്ന് സുഹൃത്തുക്കൾ പല വാഹനങ്ങൾക്ക് കൈ കാണിച്ചിട്ടും പലരും വാഹനം നിർത്താൻ തയ്യാറായില്ല. പിന്നീട് അതുവഴി വന്ന ഐസ് കൊണ്ടുപോയ പിക്കപ്പ് ഓട്ടോറിക്ഷയിൽ പാലത്തറ സഹകരണ ആശുപത്രിയിൽ തേജസിനെ എത്തിക്കുകയായിരുന്നു. സ്ഥിതി ഗുരുതരമായതോടെ സമീപത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷേ രാത്രി 11:30 തേജസ് മരണപ്പെട്ടത്.